സ്പൈസ് അലേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ നഗറ്റ്സ് ഒക്കെ പോലെ ഒരു ചീസ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കൻ ക്യൂബ്സ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ക്യൂബ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കന്റെ ബ്രസ്റ്റ് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക് ചതച്ചെടുത്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചീസ് സ്ലൈസസ്, ഒരു ചീസ് 4 പീസായിട്ട് സ്ലൈസ് എടുത്തതാണ്. അവസാനം കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുത്തത്. അടുത്തായിട്ട് ബ്രെഡ് ക്രംസ്, 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ. ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ചിക്കന് ബാക്കി സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ഒരു ബൗളെടുത്ത് അതിലേക്ക് അരച്ച് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, പൊട്ടറ്റോ, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് ഓരോന്നും ഓരോ ബൗളായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം പതിയെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ തരാക്കി സെൻറ്റർ ഭാഗത്ത് മാറ്റി വെച്ച ചീസിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കുക. അത്തേക്ക് ബോളാക്കി വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടുക. അതിനുശേഷം ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാം ഇതേപോലെ ക്യൂബ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ ക്യൂബ്സായിട്ട് എടുത്ത് ബീറ്റ് ചെയ്ത് എഗ്ഗിലൊന്ന് മുക്കുക. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാതും ഇതേപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 15 മിനിറ്റോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മേളുള്ളതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റാവും. അതിന് വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതിനുശേഷം ഓരോന്നും ഓയിലിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വന്നാൽ ഓയിൽ ഒഴിച്ചൊഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. കാരണം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ ചിക്കൻ മുന്നേ വേവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂസയും കട്ട്ലറ്റെല്ലാം ഉണ്ടാക്കുന്നത് പോലെ കുക്ക് ചെയ്യാൻ കഴിയില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ചൂടായ ശേഷം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് കുക്ക് ചെയ്ത ശേഷം അതേ ഫ്ലെയിമിൽ വെച്ച് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 3 to 5 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡും നന്നായിട്ട് കുക്കായി കിട്ടണം. 2 സൈഡ് ഒരേപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഓരോന്നും ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇത് കണ്ടോ, ഒരു പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നന്നായി കുക്ക് ചെയ്തുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.